നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദി അറേബ്യയിൽ കോവിഡ് പ്രതിദിന കേസുകൾ 5000-ലേറെ കടക്കുന്നു. 24 മണിക്കൂറിനിടെ 4778 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. നിലവിലെ രോഗികളിൽ 893 പേർ സുഖം പ്രാപിച്ചു. രോഗബാധിതരിൽ 2 പേർ മരിച്ചതായും സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് രാജ്യത്താകെ 1,28,418 കോവിഡ് PCR പരിശോധന നടത്തി. ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ആകെ കേസുകളുടെ എണ്ണം 5,83,531 ആയിരിക്കുന്നു. ആകെ രോഗമുക്തി കേസുകൾ 5,47,507 ആയിരിക്കുന്നു. ആകെ മരണസംഖ്യ 8,895. ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 27,129 ഉയർന്നു. ഇതിൽ 154 പേരുടെ നില ഗുരുതരമാണ്. യുഎയിൽ ഇന്ന് 2,562 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ചികിത്സയിലായിരുന്ന 860 പേരാണ് രോഗമുക്തരായത്. രാജ്യത്ത് കോവിഡ് ബാധിച്ച് പുതിയതായി മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ 2,97,077 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 7,88,187 പേർക്ക് യുഎയിൽ കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇവരിൽ 7,53,893 പേർ ഇതിനോടകം തന്നെ രോഗമുക്തരായി. ഖത്തറിൽ നിലവിലെ കോവിഡ് നിയന്ത്രണങ്ങളിൽ കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്ക് നൽകിയിരിക്കുന്ന അതേ ഇളവ് തന്നെ കോവിഡ് മുക്തമായവർക്കും ലഭിക്കും. 12 മാസത്തിനുള്ളിൽ കോവിഡ് വന്ന് സുഖപ്പെട്ടവർക്കാണ് കോവിഡ് വാക്സിനേഷൻ എടുത്തവർക്കുള്ള അതേ ഇളവുകൾ ലഭിക്കുക. ഇഹ്ത്റാസ് ആപ്പിലെ ഹെൽത്ത് സ്റ്റേറ്റസിൽ കോവിഡ് വന്ന് സുഖപ്പെട്ട തീയതി കാണിച്ചാൽ മതിയാകും. രാജ്യത്തെ കോവിഡ് വാക്സിനേഷൻ പ്രതിരോധ ശേഷിയുടെ കാലാവധി 9 മാസമാക്കിക്കൊണ്ടുള്ള ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ വ്യവസ്ഥ കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്കും കോവിഡ് മുക്തർക്കും ഒരുപോലെ ബാധകമാണ്. യുഎയിലെ ജീവനക്കാർക്ക് കൃത്യസമയത്ത് തന്നെ മുഴുവൻ ശമ്പളവും ബാങ്ക് അക്കൗണ്ടുകൾ വഴി നൽകണമെന്ന് സ്വകാര്യ കമ്പനികളെ ഓർമ്മിപ്പിച്ച് അധികൃതർ. മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയമാണ് തിങ്കളാഴ്ച ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവന പുറത്തിറക്കിയത്. ശമ്പളം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ കമ്പനികൾക്ക് പിഴ ചുമത്തുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. രാജ്യത്തെ വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം വഴി നിശ്ചിത തീയതികളിൽ ശമ്പളം നൽകണം. ജോലിയിൽ തൊഴിലാളികൾ കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് പകരമായി കൃത്യസമയത്ത് ശമ്പളം ലഭിക്കാൻ അവർക്ക് അവകാശമുണ്ടെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി പറഞ്ഞു. കൃത്യമായ ശമ്പളം കൃത്യമായ തീയതികളിൽ തന്നെ ലഭിക്കുമെന്നത് ജീവനക്കാരുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ലൈംഗികാതിക്രമ കേസിൽ സൗദിയിൽ പുതിയ ശിക്ഷാരീതി നടപ്പാക്കി. പ്രതിയുടെ പേര്, വിവരങ്ങളും പടവും പ്രസിദ്ധപ്പെടുത്തുന്നതാണ് രീതി. മന്ത്രിസഭ അംഗീകാരം നൽകിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആദ്യ വിധി ഇന്ന് മദീനയിലെ ക്രിമിനൽ കോടതി പുറത്തിറക്കി. ശിക്ഷയ്ക്ക് പുറമെയാണ് ഈ നടപടി. ഏറ്റവും കടുത്ത ശിക്ഷയാണ് സൗദി ലൈംഗിക പീഡന കേസുകളിൽ നൽകാറുള്ളത്. ഇതിന് പുറമെയാണ് പ്രതിയുടെ പേര്, വിവരങ്ങളും പരസ്യമായി പ്രഖ്യാപിക്കുക. സൗദിയിലെ കേസുകളിൽ പ്രതികളുടെ വിവരങ്ങൾ പരമാവധി രഹസ്യമായി സൂക്ഷിക്കാറുണ്ട്. എന്നാൽ ലൈംഗിക പീഡന കേസുകളിൽ ഇതുണ്ടാകില്ല. മദീനയിൽ റിപ്പോർട്ട് ചെയ്ത ലൈംഗികാതിക്രമ കേസിൽ ഇത്തരത്തിൽ ആദ്യ വിധി നടപ്പാക്കി. മദീനയിലെ ക്രിമിനൽ കോടതിയാണ് സൗദി പൗരന് 8 മാസം തടവും 5000 റിയാൽ പിഴയും വിധിച്ചത്. യുഎയിൽ കോവിഡ് വ്യാപനം തടയുന്നതിനായി അധികൃതർ സ്വീകരിക്കുന്ന പ്രതിരോധ നടപടികളെക്കുറിച്ച് കിംവദന്തികളോ തെറ്റായ വിവരങ്ങളോ പ്രചരിപ്പിക്കരുതെന്ന്, പ്രതിരോധ നടപടികൾ ലംഘിക്കരുതെന്നും ഫെഡറൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് പ്രോസിക്യൂഷൻ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. അൽഹുസൻ ആപ്ലിക്കേഷനിൽ നിന്നുള്ള ചില കോവിഡ് രോഗികളുടെ വിവരങ്ങൾ ചിത്രങ്ങളായും വീഡിയോകളായും പ്രചരിപ്പിക്കരുതെന്നും അതിനോടൊപ്പം തന്നെ കമന്റുകളും പാട്ടുകളും ചേർത്ത് രാജ്യത്തെ കോവിഡ് പ്രതിരോധ നടപടികളെ ഇകഴ്ത്തി കാണിക്കുന്നതും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കോവിഡ് പ്രതിരോധ നടപടികൾ ലംഘിക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങളും ഇവയിൽ ഉൾപ്പെടുന്നു. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും കഫേകളിലും ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ആളുകൾക്കുള്ള പരമാവധി പരിധി സൗദി എടുത്തുമാറ്റി. 10 പേരിൽ കൂടാൻ പാടില്ലെന്നായിരുന്നു നിയമം. ഇതാണ് എടുത്തുമാറ്റിയിരിക്കുന്നത്. എന്നാൽ ടേബിളുകൾക്കിടയിലുള്ള ദൂരം 3 മീറ്റർ അകലത്തിലായിരിക്കണമെന്ന നിബന്ധന സൗദി മുന്നോട്ട് വെക്കുന്നു. ഭക്ഷണം കഴിക്കാൻ വരുന്നവർ ഒരു കുടുംബത്തിൽപ്പെട്ടവർ ആണെങ്കിൽ അവർക്ക് ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കും. കോവിഡ് വിട്ടൊഴിയാത്ത കാലത്തും അണമുറിയാത്ത ജനപ്രവാഹവുമായി ദുബായ് രാജ്യാന്തര വിമാനത്താവളം.
2021 നവംബറിൽ മാത്രം 38.79 ലക്ഷത്തിലധികം യാത്രക്കാരാണ് വിമാനത്താവളത്തിലെത്തിയത്. കഴിഞ്ഞ ഒക്ടോബർ മാസത്തെ അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ വർധന 13.36%. എന്നാൽ 2020 നവംബറുമായി യാത്രക്കാരുടെ എണ്ണത്തെ താരതമ്യം ചെയ്താൽ 2021 നവംബറിലെ യാത്രക്കാരുടെ പെരുപ്പം 144.6%, അധികൃതർ വ്യക്തമാക്കി.